ഇന്നലെ നമ്മൾ തൃശ്ശൂർ ഫെജിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂരുകാർക്ക് പരിചിതമായിരിക്കും ഫെജി എന്ന് പറയുന്നത്. നമുക്ക് ക്രാഫ്റ്റിന്റെ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഓഫീസിന്റെ സാധനങ്ങൾ കംപ്ലീറ്റ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇങ്ങനത്തെ ഒരു മാറ്റ് വാങ്ങിയിട്ടാ. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. ഞാനിപ്പോ വിചാരിക്കുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെക്കാമെന്നാണ്. എന്നിട്ട് അതിന്റെ നടുക്കിൽ ഫ്ലവർ വേസ് വെക്കാലോ, അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് കേട്ടോ. ഡബിൾ സൈഡ് ടാപ്പ്, പിന്നെ ഗ്ലൂ ഗണ്ണിന്റെ പശ. ഇത് ഒരു പശയ്ക്ക് തന്നെ 10 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മള് അമ്മൂട്ടിക്കുള്ള പെയിന്റിങ്ങിന്റെ ബ്രഷും സാധനങ്ങളും ഇതിന് മുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സൂക്ഷിക്കാണ്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടിട്ടൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വാങ്ങിച്ചെടുക്കില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ സോക്സ്, പൂക്കളൊക്കെ ഉണ്ടാക്കാനുള്ളത്. ഇവർക്കിപ്പോ വെക്കേഷൻ അല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. എന്റെ ചെറുപ്പത്തിലൊക്കെ വെക്കേഷൻ അച്ഛനെ ഇതുപോലെ സാധനങ്ങളൊക്കെ പഠിക്കാൻ വിട്ടു തുടങ്ങും കേട്ടോ. ഇത് നമ്മുടെ മെഷീൻ ഉണ്ട് മുകളില്, തുന്നണ മെഷീനില്ലേ, അതിന്റെ ആ ഒരു സംഭവം കേട്ടോ. ഗ്ലൂഗൺ ഞാനൊരു 4 എണ്ണം വാങ്ങിയിട്ടായിരുന്നു. പിന്നെ ഇത് പൂവുണ്ടാക്കണ ആ ഒരു കമ്പി ഉണ്ടല്ലോ, ആ ഒരു സംഭവം കേട്ടോ. പിന്നെ ഒരു കത്രിക്ക, പിന്നെ ആ പൂവിന്റെ സ്റ്റെം ഇങ്ങനെ ഒട്ടിക്കുന്ന സംഭവം ഉണ്ടല്ലോ അത്. പിന്നെ ഇതെന്താ, ഫെവിക്രിലോ മോൾഡിറ്റ് ഉണ്ട് കേട്ടോ. അത് അതിന്റെ പേര് ഫെവിക്രിൽ എന്നാണ്. മോൾഡിറ്റ് ആണ് നമ്മുടെ പൂക്കളൊക്കെ ഉണ്ടാക്കണേ, പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ നമ്മുടെ സോക്സ് തന്നെ ഒരു 3-4 കളർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ പൂവിന്റെ നടുക്കിൽ വെക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് ഇതിന്റെ പേരൊന്നും കറക്റ്റ് പറയാൻ അറിയില്ല കേട്ടോ. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതുപോലൊരു പെന്ന്. ഇത് ഗോൾഡനും സിൽവർ. പിന്നെ ഒരു ഫെവിക്കോളിന്റെ ഒരു പശ. മറ്റേ നടുക്കിൽ വെക്കുന്ന ആ ബീഡ്സ് ഇതിന്റെ വൈറ്റും കൂടെ വാങ്ങിയിട്ടാ. സിൽവർ എവിടെയാണ്? സിൽവറാ നോക്കിയത് വാങ്ങും. സിൽവർ ഇതിലുണ്ട്. പിന്നെ കുറച്ച് നൂലുകൾ. ഇത് എനിക്ക് തുന്നാനാണ് കേട്ടോ. നമ്മള് ചുരിദാറൊക്കെ ഷേപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കീറിയതൊക്കെ തുന്നുമ്പോ നൂലൊക്കെ കഴിഞ്ഞിരിക്കാം. അപ്പൊ അത് കാരണം വാങ്ങിയതാണ്. ഇതാണ് സിൽവറിന്റെ ഇത് കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് വേറൊരു സംഭവമാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചിടാം.